لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. وعن جابر بن عبد الله رضي الله عنهما قال: لما حضرت أحد دعاني أبي من الليل فقال: ما أراني إلا مقتولا في أول من يقتل من أصحاب النبي صلى الله عليه وسلم، وإني لا أترك بعدي أعز علي منك غير نفس رسول الله صلى الله عليه وسلم، وإن علي دينا فاقضي واستوصي بأخواتك خيرا. فأصبحنا فكان أول قتيل، ودفنت معه آخر في قبره، ثم لم تطب نفسي أن نتركه مع آخر، فاستخرجته بعد 6 أشهر فإذا هو كيوم وضعته غير أذنه، فجعلته في قبر على حدة. رواه البخاري رحمه الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റിയാദുസ് സാലിഹീനിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കറാമാത്തുൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിവരിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് മഹാനായ സഹാബി ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ പറയുന്ന ഒരു മഹത്തായ സംഭവമാണ്. ആരാണ് ജാബിർ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു എന്നാണ് ആ സഹാബിയുടെ പിതാവിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രമുഖരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു മഹാനായ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹറാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ബദറിൽ പങ്കെടുത്ത വ്യക്തിത്വമാണ്. ഉഹദിലും മഹാനവറുകൾ പങ്കെടുത്തു. ആ ഉഹദിൽ മഹാനവറുകൾ രക്തസാക്ഷിയാവുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. അതുപോലെ തന്നെ അഖബ ഉടമ്പടിയിൽ ഉൾപ്പെട്ട പ്രമുഖരിൽ ഒരു വ്യക്തിത്വം കൂടിയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം. അദ്ദേഹത്തിൻ്റെ പുത്രനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ് ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. ഈ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് 9 പെൺമക്കളും ആണായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവുമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഹിജറ വന്ന് മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സഹാബികൾക്കുമിടയിൽ സൗഹൃദം സ്ഥാപിച്ചു കൊടുത്ത് ഒരുമിപ്പിച്ച് താമസിപ്പിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ മഹാനായ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറ്റ കൂട്ടുകാരനും സ്നേഹിതനുമായിട്ടുണ്ടായിരുന്നത് മഹാനായ സഹാബി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹവും ഉഹദ് യുദ്ധത്തിൽ ഷഹീദാവുകയാണ് ഉണ്ടായത്. അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സഹാബിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവാണ് ബാപ്പയെക്കുറിച്ചുള്ള ഈ മഹത്തായ സംഭവം നമ്മെ അറിയിച്ചിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്: ലമ്മ ഹദറത്ത് ഉഹുദുൻ,
ഉഹദിൻ്റെ ദിവസം സമാഗതമായപ്പോൾ, ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസമായപ്പോൾ ദാനി എന്നെ വിളിച്ചു. ദാ എന്ന് പറഞ്ഞാൽ വിളിച്ചു. ദാനി എന്നെ വിളിച്ചു. അബീ എൻ്റെ ബാപ്പ അഥവാ അബ്ദുള്ള, എൻ്റെ ബാപ്പ എന്നെ വിളിച്ചു. മിനൽ ലൈലി രാത്രിയിൽ വിളിക്കുകയാണ്. പെട്ടെന്ന് യുദ്ധം നടക്കാൻ പോകുന്ന ആ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി പെട്ടെന്ന് ആരെ വിളിക്കുകയാണ്? മോനെ വിളിക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു രാത്രിയിൽ വിളിക്കുകയാണ്. രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് ബാപ്പ പറഞ്ഞു, ഫഖാല എന്നിട്ട് പറഞ്ഞു ബാപ്പ, മോനെ മാ ഉറാനി ഞാൻ എന്നെ കാണുന്നില്ല, ഇല്ലാ മഖ്തൂലൻ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ലാതെ. ഏതിൽ? ഫീ അവ്വലി മൻ യുഖ്തലു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബിമാർ, ഉഹദിൽ പങ്കെടുക്കുന്ന സഹാബിമാരിൽ ആദ്യം കൊല ചെയ്യപ്പെടുക ഞാനാണെന്ന് എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അതിലെനിക്ക് അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. എന്തുകൊണ്ടാണ് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ തോന്നിയത്? പല വ്യാഖ്യാനങ്ങൾ അവിടെ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉറാനി എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം സ്വപ്നം കണ്ടിരിക്കാം. ഇപ്പം തലേ ദിവസം രാത്രിയിൽ അദ്ദേഹം സ്വപ്നം കാണുന്നത് നാളത്തെ യുദ്ധത്തിൽ ഞാനായിരിക്കും ആദ്യമായി ഷഹീദാകുന്നത് എന്ന്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇൽഹാം തോന്നിയതായിരിക്കാം, അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതായിരിക്കാം. എന്തായിരുന്നാലും അദ്ദേഹത്തിന് തോന്നുകയാണ്, അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി കൊല ചെയ്യപ്പെടുന്നവരിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ മുസ്ലിം പക്ഷത്തു നിന്ന് കൊല ചെയ്യപ്പെടുന്നവരിൽ പ്രഥമനായ വ്യക്തി ഞാനായിരിക്കുമെന്ന് മഹാനവറുകൾ മനസ്സിലാക്കുകയാണ്. ആ വിവരമാണ് രാത്രി തന്നെ മോനെ വിളിച്ച് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുന്നത്, മോനെ നാളത്തെ യുദ്ധത്തിൽ ഉഹദിൽ ഞാനായിരിക്കും ആദ്യമായി കൊല്ലപ്പെടുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് മകനോട്, ഇന്നി തീർച്ചയായും ഞാൻ ലാ അത്റുകു ബഅദി എനിക്ക് ശേഷം ഇവിടെ വിട്ടേച്ചു പോകുന്നില്ല. തറക്ക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, വിട്ട് എന്നൊക്കെ അർത്ഥം. ലാ അത്റുകു ബഅദി എൻ്റെ ശേഷം ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. അഅസ്സ അലയ്യ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള, അതല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി ഞാൻ ഈ ഭൂമിയിൽ വിട്ടേച്ചു പോകുന്നില്ല. മിങ്ക നിന്നേക്കാൾ, എൻ്റെ വിയോഗത്തിൻ്റെ ശേഷം ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീ തന്നെയാണ്. ഗൈറ നഫ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നഫ്സ് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോളം എനിക്ക് സ്നേഹം വേറെ ആരോടുമില്ല. പടപ്പുകളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പിരിശപ്പെട്ടത്, ഞാൻ ഏറെ സ്നേഹിക്കുന്നത്, എനിക്കേറ്റവും വേണ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. ആ റസൂൽ കഴിഞ്ഞാൽ ഞാനിവിടെ വിട്ടേച്ചു പോകുന്നതിൽ എനിക്ക് ഏറ്റവും പിരിശപ്പെട്ടത് നീയാണ് മോനെ എന്ന് ബാപ്പ എന്നെ വിളിച്ചു പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്തിനേക്കാളും അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മഹബത്ത് വെക്കണം എന്നുള്ളത്. ഇവിടെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോടുള്ള ആ മഹബത്ത് ഇവിടെ എടുത്തു പറയാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, നബിതങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണൽ, പടപ്പുകളിൽ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പടപ്പുകളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെ തന്നെയാണല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. അങ്ങനെയാണ് ഹദീസ്. മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റെല്ലാവരേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ മുഅ്മിനായി തീരുകയില്ല. നമ്മൾ ആലോചിക്കണം ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ. നമുക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമാണോ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഇഷ്ടം?
അതെ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് 1000 വട്ടം ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്, നമ്മുടെ ഇഷ്ടവും നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടവും മക്കളുടെ ഇഷ്ടവും നാട്ടുകാരുടെ ഇഷ്ടവുമൊക്കെ വേറൊരു ഭാഗത്ത്. ഇത് രണ്ടും കൂടെ ഏറ്റുമുട്ടുന്ന വേളയിൽ നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കാറുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് തൻ്റെ സ്വന്തം ഇഷ്ടവും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ഇഷ്ടത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായ ഈ യഥാർത്ഥമായ ധാരയിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥയല്ലേ സഹോദരങ്ങളെ ഇന്ന് നമ്മളിൽ കാണുന്നത്? നമ്മൾ ഏറെ ചിന്തിക്കണം, ഭയപ്പെടണം. ഇവിടെ നോക്കൂ നിങ്ങൾ, മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ, മരണം നാളെ നടക്കുകയാണ്. അത് തിരിച്ചറിയുന്ന വേളയിൽ മഹാനവറുകൾ മോനെ വിളിച്ചുകൊണ്ട് പറയാണ്, മോനെ, നാളെ ആദ്യമായി കൊല ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലോകത്ത് ഞാൻ വിട്ടേച്ചു പോകുന്ന എന്തിലും അള്ളാന്റെ റസൂലാണ് എനിക്ക് ഏറ്റവും വലുത്. ആ റസൂല് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പിരിശപ്പെട്ടതും പ്രിയപ്പെട്ടതും നീ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണ്? കണ്ടോ, മരണത്തിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. വസിയത്തുകളൊക്കെ പറയാനുള്ളതൊക്കെ പറയണം. കടത്തിന്റെ കാര്യം പ്രത്യേകം പറയാണ്. ആനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ധാരാളം കടമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കാരണം 8-9 പെൺമക്കളുണ്ട്, 10 മക്കളാണ്. ഈ മക്കളെയൊക്കെ പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് അദ്ദേഹം അത്യാവശ്യം വന്നപ്പോൾ പലരിൽ നിന്നും കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്, പലരോടും വായ്പ വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം. പ്രാരാബ്ധമുള്ള ഒരു കുടുംബത്തിൻ്റെ നാഥനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം. മരണത്തിൻ്റെ ആ തിരിച്ചറിവ് വന്നപ്പോ മോനോട് പറയാണ്, മോനെ, ഇന്ന അലയ്യ ദൈന, പാപ്പാക്ക് എൻ്റെ മേൽ തീർച്ചയായും കടമുണ്ട് മോനെ. ദൈന് എന്ന് പറഞ്ഞാൽ കടം. ഫഖ്ലി, നീ അത് വീട്ടണം. മോനോട് പറഞ്ഞ് ഏൽപ്പിക്കണം. ഫഖ്ലി, നീ അത് വീട്ടണം. ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടി. യഖ്ലി, അതിൻ്റെ അംറ് ഫിഅലാണ് ഇഖ്ലി. മോനോട് പറയാണ് ഫഖ്ലി, അതുകൊണ്ട് എൻ്റെ കടം നീ എന്ത് ചെയ്യണം? വീട്ടണം. അതാണ് വാപ്പ മോനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. ഒരു കാര്യം മതി. ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്? അസ്തൗസി, നീ നല്ല ഗുണകാംക്ഷയോടുകൂടി ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം. ബി അഖവാതിക ഖൈറാ, നിന്റെ സഹോദരിമാരോടൊക്കെ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള സഹവർത്തിത്വം നീ കാണിക്കണം. 9 പെങ്ങന്മാരുണ്ട്, അവരൊക്കെ നീ നന്നായി നോക്കണം. പാടെ കടം വീട്ടണം, പെങ്ങന്മാരെയൊക്കെ നന്നായി നോക്കണം. 2 വസിയത്തുകളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു അഹദിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് മോനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബാപ്പതൊക്കെ എന്നോട് പറഞ്ഞു. ഫഅസ്ബഹന, നേരം വെളുത്തു. ഇതൊക്കെ രാത്രിയിലാണല്ലോ പറയുന്നത്. ഫഅസ്ബഹന, അങ്ങനെ ഞങ്ങൾ പ്രഭാതത്തിലായി. യുദ്ധം തുടങ്ങി. ഫകാന അവ്വല ഖതീലിൻ, ബാപ്പയായിരുന്നു ഒന്നാമതായി കൊല്ലപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, ബാപ്പയായിരുന്നു അവ്വല ഖതീൽ, കൊല ചെയ്യപ്പെട്ടവരിൽ പ്രഥമൻ. ആദ്യമായി ഉഹദ് യുദ്ധത്തിൽ ഷഹീദായത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം പറഞ്ഞ പോലെ ഷഹീദായി. അങ്ങനെ മകൻ പറയാണ്, യുദ്ധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞ് കൊല്ലപ്പെട്ട ആളുകളുടെ മയ്യത്തുകളൊക്കെ തെരഞ്ഞിങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. 70ഓളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ബാപ്പാനെ കണ്ടു. വദഫൻതു, ഞാൻ ബാപ്പയെ ഖബറടക്കി. മഅഹു, ബാപ്പയോടൊപ്പം ആഖറു, മറ്റൊരാൾ കൂടിയുണ്ട്. ഫീ ഖബരിഹി, അതേ ഖബറിൽ തന്നെ. കാരണം 70ഓളം ശുഹദാക്കളാണ്. ആ 70 ശുഹദാക്കളെ വേറെ വേറെ മറവ് ചെയ്യണമെങ്കിൽ 70 ഖബർ കുഴിക്കണ്ടേ? അപ്പം അതുകൊണ്ട് തന്നെ അവർ വളരെ ക്ഷീണിതരാണ്. യുദ്ധത്തിലാണെങ്കിൽ പരാജയവുമാണ്. വളരെ പ്രതിസന്ധിയുള്ള നേരിട്ട ഒരു യുദ്ധമാണ്. ആ അവസരത്തിൽ ഓരോരുത്തർക്കായി ഖബർ കുഴിക്കുവാനുള്ള പ്രയാസം.
അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിരുന്നു, ഖബറുകളുടെ എണ്ണം ചുരുക്കിയിട്ട് കുറേ ആളുകളെ ഓരോ ഖബറിലും അങ്ങ് മറമാടാൻ. അങ്ങനെ ഒരു ഖബറിൽ തന്നെ 2 ആളെയും 3 ആളെയും 4 ആളെയും ഒക്കെ ഖബറടക്കുകയാണ്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, വദഫൻതു മഅഹു, ഞാൻ എൻ്റെ ഉപ്പയോടൊപ്പം ഖബറടക്കി ആഖറ, മറ്റൊരു സ്വഹാബിയെ, ഫീ ഖബരിഹി, അതേ ഖബറിൽ. കാരണം ബാപ്പയോട് ഏറ്റവും ക്ലോസ് ഫ്രണ്ടായി നടന്നിരുന്ന, നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച മറ്റൊരു സ്വഹാബി ഉണ്ടായിരുന്നു, അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് ഒരേ നിഴൽ പോലെ നടന്നിരുന്ന സഹാബിമാരാണ്. രണ്ടും വളരെ സ്നേഹിതന്മാരാണ്. അതുകൊണ്ട് തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, അംർ ഇബ്നുൽ ജമൂഹിനെ കൂടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഖബറടക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഒരേ ഖബറിൽ ഞാൻ 2 ആളെയും ഖബറടക്കി. അങ്ങനെ മടങ്ങിപ്പോയി. പക്ഷേ സുമ്മലം തത്തിബ് നഫ്സി, പിന്നെ എൻ്റെ മനസ്സിനൊരു സമാധാനം തോന്നുന്നില്ല. താബ നഫ്സി അല്ലെങ്കിൽ തത്തിബ് നഫ്സി, ലം തത്തിബ് നഫ്സി, എൻ്റെ മനസ്സിന് അത്ര നന്നായി തോന്നിയില്ല. എൻ്റെ ഉപ്പാടൊപ്പം വേറൊരാളും കൂടി കിടക്കല്ലേ, 2 ആളൊരു ഖബറിലല്ലേ, ഉപ്പാടെ സ്നേഹിതനൊക്കെ തന്നെയാണ്. എന്നാലും എൻ്റെ മനസ്സിനത്ര നന്നായി തോന്നിയില്ല. അന്നതുറുകഹു, എൻ്റെ ഉപ്പയെ ഞാൻ എങ്ങനെ വിടുന്നത്, മഅഖറ, മറ്റൊരാളുടെ കൂടെ. ഒരേ ഖബറിൽ എൻ്റെ ഉപ്പയോടൊപ്പം 2 ആളുള്ളത് എനിക്കത്ര തൃപ്തിയായി തോന്നിയില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു? 6 മാസം പിന്നിട്ടപ്പോൾ ഫസ്തഖറജ്തുഹു, ഞാൻ എൻ്റെ ഉപ്പയുടെ മയ്യത്ത് ഖബറിൽ നിന്ന് പുറത്തേക്കെടുത്തു. ഫസ്തഖറജ്തുഹു, ഞാൻ ഖബറിൽ നിന്ന് ആ മയ്യത്ത് പുറത്തേക്കെടുത്തു. ബഅദ 6 അശ്ഹുരിൻ, 6 മാസത്തിൻ്റെ ശേഷം. 6 മാസത്തിൻ്റെ ശേഷമാണ് ഞാൻ ആ മയ്യത്ത് പുറത്തെടുത്തത്. ഫഇദാ ഹുവ, അന്നേരമതാ ആ മയ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? കയൗമി വളഅ്തുഹു, ഞാൻ ആ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോഴുള്ള അതേപോലെ തന്നെയാണ് ഞാൻ ആ മയ്യത്ത് കാണുന്നത്. ഗൈറ ഉദ്നിഹി, ഒരു ചെവിയല്ലാത്തതൊഴികെ. ചെവി അല്പം ജീർണിച്ചിട്ടുണ്ട്, ഒരു ചെവിക്ക് മാത്രം ചില കേടുപാടുകളുണ്ട്. അതല്ലാത്ത ശരീരമൊന്നും ജീർണിക്കാതെ, ഒന്നും പറ്റാതെ ഫ്രഷായി ഖബറിൽ കിടക്കുന്നു. ആ രക്തക്കറ പോലും ഫ്രഷായ ബ്ലഡായിക്കൊണ്ട് ഞാൻ കാണുന്നു. ഫജഅൽതുഹു, അങ്ങനെ ഞാൻ ഉപ്പാനെ ഞാനാക്കി. ഫീ ഖബരിൻ അലാഹിദത്തിൻ, വേറൊരു ഖബറിലേക്ക് ഞാൻ മാറ്റി. ഉപ്പയെ വേറൊരു സ്വന്തം ഖബറിലേക്ക് ആക്കി ഞാൻ മറമാടി. അലാഹിദത്തിൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊരു ഖബറിൽ. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. കറാമത്തുകൾ വിവരിക്കുന്ന അധ്യായത്തിലാണ് നമ്മളിത് കേൾക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു എന്ന വസ്സാബിഖൂനൽ അവ്വലൂന എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന പ്രമുഖന്മാരായ ആളുകൾ, അങ്ങനെയുള്ള ആളുകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണമാണ് ഈ പറയുന്നത്. ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പല പ്രത്യേകതയുള്ള മഹാനാണ്. ഉഹദിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ മരണവാർത്ത അദ്ദേഹത്തിന് അറിയിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും വേണം. നമുക്ക് ഈ സ്വഹാബിക്ക് ഇത്രയും സ്ഥാനം കിട്ടാനെന്താ കാരണം? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള മഹബത്താണ്. ആ മഹബത്താണ് ഇസ്ലാമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതും ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തിയതും ഇസ്ലാമികമായ മാർഗത്തിൽ എല്ലാ മേഖലയിലും പൊരുതിയതുമൊക്കെ. ബദറിലൊക്കെ വളരെ ശക്തമായ നിലക്കുള്ള പോരാട്ടം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഉഹദായപ്പോഴേക്ക് മഹാനവറുകൾ ഉഹദിൽ ഷഹീദായി. മഹാനായ ആ ഷഹീദായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം 2 കാര്യങ്ങളാണ് മോനോട് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്ന്, മോനെ, എനിക്ക് ഉപ്പാക്ക് കുറച്ച് കടങ്ങളുണ്ട്, നീ അത് വീട്ടണം. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തന്നെ സംഭവം നമുക്ക് കാണാം. എന്താ അതിൽ പറയുന്നതെന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പാപ്പ പറഞ്ഞു ഏൽപ്പിച്ചതല്ലേ കടം വീട്ടണമെന്ന്.
അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു പറയണ്, ഉസീബ അബ്ദുല്ലാ, എൻ്റെ ബാപ്പയായ അബ്ദുല്ല അവർ ഷഹീദായി, അവർ മരണപ്പെട്ടു. വതറക ഇയാലൻ വദൈനാ, അതേ ഒരുപാട് പെങ്ങന്മാരുള്ള കുടുംബത്തെയും ബാക്കിയാക്കി, കുറേ കടങ്ങളും ബാക്കിയാക്കിയിട്ടാണ് ബാപ്പ പോയത്. അപ്പോൾ കടങ്ങളൊക്കെ വീട്ടണമെന്ന് ബാപ്പനോട് പറഞ്ഞതുമാണ്. ഫതലബ്തു ഇലാ അസ്ഹാബിദ്ദൈനി അൻ യദഉ ബഅദൻ ബിഹി അലൈഹിം അൻ യദഉ ബഅദൻ മിൻ ദൈനിഹി, ബാപ്പയുടെ കടത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കഴിയാവുന്നതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് വിട്ടുവരണം, നിങ്ങളൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് ബാപ്പയുടെ ചില കടങ്ങളൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്ന് ബാപ്പയുടെ കടങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഞാൻ സമീപിച്ചു പറഞ്ഞു നോക്കി. പക്ഷേ ഫഅബൗ, ഒരാളും അതിൽ തയ്യാറായില്ല. ഒക്കെ യഹൂദികളാണ്, ജൂതന്മാരും മറ്റവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പലരോടത്തും കടം വാങ്ങിക്കുകയാണല്ലോ. അവരാരും സമ്മതിച്ചില്ല, അവരാരും കടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല, ഒന്നും ഇളവ് കൊടുത്തില്ല. അപ്പോൾ ഫാതൈത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നു, സങ്കടം പറയാണ്. ഫസ്തശ്ഫഅതു ബിഹി അലൈഹിം, റസൂലിനെ കൊണ്ട് ഞാൻ റെക്കമെൻഡ് പറയിപ്പിച്ചു. നബിയെ, നിങ്ങളൊന്ന് പറയണം, ബാപ്പ മരിച്ചത് നിങ്ങൾക്കറിയാലോ, എൻ്റെ ബാപ്പാക്ക് ഒരുപാട് കടമുണ്ട്, കടങ്ങളൊക്കെ എന്നോട് വീട്ടാനാ പറഞ്ഞിട്ടുള്ളത്. ഉള്ള വാപ്പയുടെ ബാക്കിയാക്കിപ്പോയ ഉള്ള സമ്പത്ത് കൊണ്ട് കടക്കാർക്കുള്ള കടം തീർക്കാനില്ല എന്ന് നബിയെ നിങ്ങൾക്കറിയാലോ, തുച്ഛമായ സമ്പത്തല്ലേ ഉള്ളൂ. അത്രമല്ല, ഒരുപാട് പെങ്ങന്മാരുടെ ബാധ്യതയും എനിക്കാണല്ലോ ഉള്ളത്. അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ നബിയെ, എന്തെങ്കിലും നിലക്കൊരു ഇളവ് കടത്തിൽ അവർക്ക് തരാൻ പറ്റുമോന്ന് അല്ലാഹുവിൻ്റെ റസൂലും പറഞ്ഞു നോക്കി. ഫഅബൗ, അവരാരും സമ്മതിച്ചില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ചെയ്തോ ജാബിറേ, നീ വിഷമിക്കണ്ട. നിന്റെ ആ തോട്ടത്തിൽ, ബാക്കിയുള്ള തോട്ടമില്ലേ, ഈത്തപ്പഴമുള്ള തോട്ടം, ആ ഈത്തപ്പന തോട്ടത്തിൽ കയറിയിട്ട് ഉള്ള കാരക്ക നീ ഇങ്ങ് പറിച്ചിട്ട് അത് വേറെ എങ്ങൊരു ഭാഗത്ത് കൂട്ടിവെച്ചോ. എന്നിട്ട് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് നീ അത് വിതരണം ചെയ്യണ്ട. ഞാൻ വന്നിട്ട്, അതേ ഞാൻ അവിടെ എത്തിയതിൻ്റെ ശേഷം മതി കടക്കാരോട് നീ വരാൻ പറയുക. ഞാൻ അവിടെ എത്തിയിട്ടേ നീ കടക്കാരോട് വരാൻ പറയേണ്ടതുള്ളൂ. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. സുമ്മ ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്നിട്ട് ഫഖഅദ അലൈഹി, ആ ഉള്ള ഈത്തപ്പനയുടെ ആ ഈത്തപ്പഴം അവിടെ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് കയറിയിരുന്നു. ആ ഈത്തപ്പഴക്കൂനയുടെ മേലെ അങ്ങ് കയറിയിരുന്നിട്ട് വകാല ലികുല്ലി റജുലിൻ ഹത്തസ്തൗഫാ, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ അളന്നു കൊടുക്കുകയാണ്. കടക്കാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാ തരാനുള്ളത്, നിങ്ങൾക്ക് എത്ര കിലോയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മുദ്ദാണ്, നിങ്ങൾക്ക് എത്ര സാഴാണ് അബ്ദുള്ള തരാനുള്ള കടം. ഓരോരുത്തരും അവർക്ക് കിട്ടാനുള്ളത് ഇത്ര സാഴുണ്ട്, ഇത്ര സാഴും കാരൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഇത്തപ്പഴം കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോരുത്തർക്കും അവർ പറഞ്ഞ അതേ അളവങ്ങ് അളന്നു കൊടുക്കുകയാണ്. ഹത്തസ്തൗഫാ, ഒന്നുകൂടിയ കടക്കാരുടെ കടങ്ങളൊക്കെ വീടി, എല്ലാവരുടെയും കടങ്ങൾ വീടി. വബഖിയത് തംറു കമാ ഹുവാ, കണ്ടോ അടുത്ത അത്ഭുതം. വബഖിയത് തംറു കമാ ഹുവാ, കാരക്ക അതേപോലെ തന്നെ അവിടെ ബാക്കിയുണ്ട്. വീതം വെക്കുന്നതിൻ്റെ മുമ്പ്, അളന്നു കൊടുക്കൽ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് എത്രയാണോ കാരക്ക കൂട്ടിവെച്ചിരുന്നതെങ്കിൽ അതൊക്കെ മുഴുവനും അവിടെയുണ്ട്. എവിടുന്നാണ് ഈ എടുത്തു കൊടുക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂലിലൂടെ റബ്ബവിടെ കാരക്കയുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുത്ത സംഭവം ഇവിടെ അത്ഭുതം നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴം അളന്നു കൊടുത്ത്, കാരക്ക അളന്നു കൊടുക്കുമ്പോൾ ഒട്ടും കുറവ് വരാതെ ഉള്ളത് അവിടെ തന്നെ ബാക്കിയാകുന്നു. കഅന്നഹു ലം യുമസ്സ, അതിൽ നിന്ന് അല്പം പോലും തൊട്ടിട്ടില്ലാത്തതുപോലെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ആ മഹത്തായ ഒരു അത്ഭുതം ഇവിടെ കണ്ടോ. ഇത്രയും കടങ്ങൾ വീട്ടാൻ എങ്ങനെ സാധിക്കാനാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ കടം മകനോടത് വീട്ടാൻ കഴിയാതെ വന്നപ്പോൾ അവിടെയും അത്ഭുതമാണ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അളന്നു കൊടുത്തിട്ട് അത് തീരുന്നില്ല. അങ്ങനെയാണ് കടം വീടിയ സംഭവം. ഇനി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം,
പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്? സഹോദരിമാരുടെ കാര്യം നീ ശ്രദ്ധിക്കണേ, അവരുടെ കാര്യത്തിൽ നിനക്ക് നല്ല ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിരുന്നു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? ചെറുപ്പക്കാരനാണ്, 9 പെങ്ങന്മാർക്കുള്ള ഏക ആങ്ങളെയാണ് അദ്ദേഹം. കല്യാണം കഴിക്കുകയാണ്. വാപ്പൻ്റെ വസിയത്ത് നിറവേറ്റാൻ വേണ്ടി അദ്ദേഹം കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിക്കുന്നത് ആരെയാണ്? ഒരു വിധവയായ പെണ്ണിനെയാണ്. നല്ല പ്രായവും പക്വതയും ഒക്കെയുള്ള വിധവയായ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്. വിവാഹത്തിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നു, ജാബിറെ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ റസൂലുള്ള ചോദിച്ചു, നീ ആരെയാ കല്യാണം കഴിച്ചത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വിധവയെ, പക്വതയും പ്രായവും ഒക്കെയുള്ള ഒരു വിധവയെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്തേ അങ്ങനെ ചെയ്തത്? നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ? ഈ ചെറുപ്പക്കാരനല്ലേ? നിനക്ക് അവളോട് കൊഞ്ചിക്കൊഴയാനും അതുപോലെ തന്നെ അവളുമൊത്ത് കളിക്കാനും വിരോധിക്കാനുമൊക്കെ നിന്റെ കിടയൊത്ത ഒരു ചെറുപ്പക്കാരിയെ നിനക്ക് കല്യാണം കഴിച്ചുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, എൻ്റെ ബാപ്പനോട് മരിച്ചപ്പോൾ മരണത്തിൻ്റെ മുമ്പ് എന്നോട് പറഞ്ഞു, വസിയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? 9 പെങ്ങന്മാരുണ്ട്, പെങ്ങന്മാരെ നോക്കണം. ഈ പെങ്ങന്മാരുടെ അതേ പ്രായക്കാരായ ഒരാളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ എൻ്റെ പെങ്ങന്മാർക്ക് നഷ്ടപ്പെട്ട വിധത്തിലുള്ള ഒരു പരിചരണം കിട്ടണമെങ്കിൽ എൻ്റെ ഭാര്യ കൂടി അവരുടെ അതേ സമപ്രായക്കാരായാൽ പറ്റില്ല. അതുകൊണ്ട് അവരെക്കാൾ മൂത്ത ഒരാളുടെ സ്ഥാനത്ത് അവരെ കൂടി നോക്കുവാനും പരിചരിക്കുവാനും അവർക്ക് വേണ്ട വിധത്തിൽ ഒരു താങ്ങായി നിൽക്കുവാനും പറ്റുന്ന നിലക്കുള്ള ഒരു പ്രായക്കാരിയെയാണ് നബിയെ ഞാൻ കല്യാണം കഴിച്ചത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആ വിവാഹത്തിൻ്റെ ശേഷം ഈ പെൺമക്കളുടെ കാര്യത്തിലൊക്കെ ഈ സഹോദരിമാരുടെ കാര്യത്തിലൊക്കെ വളരെയേറെ ശ്രദ്ധ കാണിച്ചുകൊണ്ടാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, വലിയ ബറക്കത്തുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിവാഹ ജീവിതം പിന്നീട് ഉണ്ടായിത്തീർന്നത് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയായ ഈ ഷഹീദായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണത്തിൻ്റെ ഘട്ടത്തിൽ മലക്കുകൾ മഹാനവറുകളുടെ ശരീരത്തിന് തണലിട്ട് കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലമ്മാ ഖുതില അബി, എൻ്റെ വാപ്പ കൊല്ലപ്പെട്ടപ്പോ, ജഅൽതു, ഞാനിങ്ങനെ മയ്യത്തുകൾ തെരഞ്ഞു നടക്കുന്ന വേളയിൽ വാപ്പൻ്റെ മയ്യത്ത് കണ്ടു. അപ്പോൾ അക്ശിഫു സൗബ അൻ വജ്ഹിഹി, അവിടുത്തെ മുഖത്തിനൊന്ന് ഞാൻ എന്ത് ചെയ്തു? വസ്ത്രമൊന്ന് നീക്കിയിട്ട് ഞാൻ അങ്ങ് കരയാൻ തുടങ്ങി. എൻ്റെ വാപ്പയുടെ മുഖം കണ്ട് ഞാൻ കരഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ വയൻഹൗനി അൻഹു, എന്നോടിങ്ങനെ വിലക്കുന്നുണ്ട്, അരുത് അരുത് എന്ന് പറയുന്ന എന്നെ മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലാകട്ടെ ലാ യൻഹാനി, എന്നെ തടഞ്ഞതുമില്ല. കാരണം മരണപ്പെട്ട ബാപ്പയെ കാണുന്ന വേളയിൽ ഒരു പുത്രൻ്റെ ആ ഒരു ദുഃഖവും സങ്കടവും അണപൊട്ടിയൊഴുകുക സ്വാഭാവികമാണ്. അരുതാത്തതൊന്നും പറയാൻ പാടില്ല എന്നേയുള്ളൂ. മാറത്തടിച്ചും മുടിയഴിച്ചും വസ്ത്രം കീറിയും പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് മറ്റുള്ള രൂപത്തിലുള്ള കാണിക്കലുകളും ആർത്തട്ടഹസിക്കലുകളൊന്നും പാടില്ല എന്നേയുള്ളൂ. ഇത് മനുഷ്യൻ്റെ വികാരമല്ലേ? അപ്പം എന്നോട് മറ്റുള്ളവരൊക്കെ ഞാൻ കരയുന്നത് വിലക്കിയപ്പോ അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ വിലക്കിയില്ല. അതേ ഫജഅലത്ത് അമ്മത്തി ഫാത്തിമത്തു തബ്കീ, എൻ്റെ പിതൃ സഹോദരിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അവരുടെ ഒരു പിതൃ സഹോദരിയുണ്ട്, ബാപ്പൻ്റെ സഹോദരിയുണ്ട് ഒരു ഫാത്തിമ, അവരും കരയുന്നുണ്ട്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് പറഞ്ഞു, തബ്കീന ഉലാ തബ്കീൻ, നിങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. മാസാലത്തിൽ മലായികത്തു തുദല്ലിലുഹു ബിഅജ്നിഹതിഹാ ഹത്താ റഫഅതുമൂഹ്, അല്ലാഹുവിൻ്റെ മലക്കുകൾ ആ മലായികത്തുകളുടെ ചിറകുകൾ കൊണ്ട് അബ്ദുല്ലാഹ്ക്ക് തണലിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ബോഡി അവിടെ നിന്നും ഉയർത്തപ്പെടുന്നത് വരെ മഹാനായ ആ സ്വഹാബിയുടെ
ജനാസ അതല്ലെങ്കിൽ ആ മയ്യത്തിൻ്റെ മുകളിൽ അവിടെ അതാ മലക്കുകൾ തണൽ വിരിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് അറിയിക്കുകയാണ്. അപ്പം അത്രയും മഹത്വം കണ്ടോ, അത്രയും ആ സമയത്തും കറാമത്ത് പ്രകടമായ വ്യക്തിത്വമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹറാം, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ. ഇനി ഇതേ ഷഹീദുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാണ്. മഹാനായ ഈ ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു തന്നെ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഹറാം അഥവാ എൻ്റെ ഉപ്പ ഉഹദിൽ കൊല്ലപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ എന്നെ കണ്ടപ്പോൾ ഞാൻ വളരെ സങ്കടത്തിലാണ്. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ജാബിറേ മാലി അറാക മുൻകസിറാ, എന്താണ് ഇത്രത്തോളം വല്ലാത്ത സങ്കടത്തിലിരിക്കുന്നത്? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണത്. അല്ലാതെ ബാപ്പ മരിച്ചതിൽ സങ്കടം എന്തിനാണ് ചോദിക്കല്ല. ഇത്ര പ്രയാസത്തോടുകൂടെ ഇരിക്കുന്ന മോനോട് പറയാണ്, നബിയേ എൻ്റെ ഉപ്പ ഷഹീദായില്ലേ, കുടുംബത്തെ സഹോദരിമാരെ വിട്ടേച്ചിട്ടാണ് പോയിട്ടുള്ളത്, കടബാധ്യതകളുമുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ വെച്ചൊരു സുവിശേഷം പറയാണ്, അഫലാ ഉബശ്ശിറുക ബിമാ ലഖിയല്ലാഹു ബിഹി അബാക, ജാബിറേ ഞാൻ നിന്നോട് സന്തോഷ വാർത്ത അറിയിക്കട്ടെ, ബിമാ ലഖിയല്ലാഹു ബിഹി അബാക, അല്ലാഹു നിന്റെ ഉപ്പയോട് സമീപിച്ച കാര്യം. അല്ലാഹ് നിന്റെ ഉപ്പയെ കണ്ടുമുട്ടി, ഉപ്പ അല്ലാഹനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എന്താ പറഞ്ഞതെന്നറിയാമോ? ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ പറഞ്ഞു തരൂ. നബിതങ്ങൾ പറയാണ്, അല്ലാഹു ഒരാളോടും സംസാരിച്ചിട്ടില്ല ഒരു മറക്ക് പിന്നില്ല ചെല്ലാതെ. എന്നാൽ വക്കല്ലമ അബാക കിഫാഹ, മരണാനന്തരം ഷഹീദായ നിന്റെ ഉപ്പയോട് റബ്ബ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് വാപ്പയോട് അല്ലാഹ് ചോദിച്ചു, യാ അബ്ദീ തമന്ന അലയ്യ ഉഴ്തിക, എൻ്റെ പ്രിയപ്പെട്ട അടിമേ, നിനക്ക് എന്ത് മോഹമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ തരാന്ന് അല്ലാഹ് നിന്റെ ഉപ്പയോട് നേരിട്ട് പറഞ്ഞു. അപ്പൊ ഉപ്പ ചോദിച്ചത്, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, തുഹീനി, നീ എന്നെ ഒന്നുകൂടി ജീവിപ്പിച്ചുകൊണ്ട് ദുന്യാവിലേക്ക് പറഞ്ഞേക്കുമോ? എന്തിനാണ്? ഫൗഖ്തലു ഫീക സാനിയാ, ഈ ഷഹീദുകൾക്ക് ഇവിടെ കിട്ടുന്ന കൂലി ഞാൻ കണ്ടപ്പോൾ അതൊക്കെ അവരോട് പോയിട്ടും പറയണം, എനിക്ക് വീണ്ടും ഒന്നുകൂടി, രണ്ടാമതും ഒന്നുകൂടി എനിക്ക് രക്തസാക്ഷിയായി കൊണ്ട് കൊല്ലപ്പെടണം. അതുകൊണ്ട് എന്നെ ഒന്ന് മടക്കി പറഞ്ഞേക്കാമോ? ഇതാണ് എനിക്കുള്ള ആഗ്രഹം. ഒന്നുകൂടി ദുന്യാവിൽ പോയി രക്തസാക്ഷിയായി എനിക്ക് മടങ്ങി വരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പയോട് പറഞ്ഞു, എൻ്റെ തീരുമാനം മുമ്പേയുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൽ മാറ്റമില്ലാതെന്താ? ദുന്യാവിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾ ഇനി ആഖിറത്തിലേക്ക് അല്ലാതെ ഇനി ഭൂമിയിലേക്ക് അവർ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ ഇങ്ങോട്ട് ദുന്യാവിലേക്ക് ഇനി മടക്കമില്ല എന്നുള്ളത് എൻ്റെ മുൻ നിശ്ചിത തീരുമാനാണ്. അപ്പോൾ ബാപ്പ പറഞ്ഞു, റബ്ബേ, എങ്കിൽ ഇവിടെ ഇതാ ദുന്യാവിൽ നിന്ന് ഷഹീദായി ഇവിടെ വന്ന ആളുകൾക്ക് കിട്ടിക്കാണുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താണ് ഇനി നിവൃത്തിയുള്ളത്? അതിനി ആരാണ് അവരെ അറിയിക്കുക? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ അറിയിച്ചു കൊള്ളാം. അതുകൊണ്ട് റബ്ബേ ഫബലിഗ് മൻ വറാഇ, എൻ്റെ ശേഷം അതാ ദുന്യാവിൽ ഭൂമിയിലുള്ള ആളുകൾക്ക് ഈ ശുഹദായിന് കിട്ടുന്ന റബ്ബിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ലഭിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ ആഴമെത്രയാണ്, വിപുലത എത്രയാണ്, മഹത്വം എത്രയാണ്, അതൊന്ന് അവർക്ക് അറിയിക്കണേ റബ്ബേ. ഫഅൻസലല്ലാഹ്, അതേ അപ്പോഴാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു ആയത്തിറക്കുകയാണ്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം എന്നിങ്ങനെയുള്ള ആയത്തിറങ്ങുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകളെ കുറിച്ച് നീ വിചാരിക്കരുത്, അവർ കൊല്ലപ്പെട്ടവരാണ്, അവർ മരണപ്പെട്ടവരാണെന്ന് നീ വിചാരിക്കണ്ട. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെ? ഈ ഭൂമിയിലല്ല. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയാണ്.
വെറും ജീവിതമല്ല, യുർസഖൂന, അവർക്ക് അവിടക്കൊത്ത നിലക്ക് അവർക്ക് അവിടെ ആഹാരം നൽകപ്പെടുന്നുണ്ട്, വിഭവങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഫരിഹീന, അവർ വളരെ സന്തുഷ്ടരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ഔദാര്യത്തിന്റെ മഹിമ കണ്ടിട്ട് അവർ വല്ലാത്ത ആഹ്ലാദത്തിലാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇനി ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഇത് കിട്ടാനും അവരുടെ കാര്യത്തിൽ കൂടി സന്തോഷമുള്ളവരവസ്ഥയിലായിക്കൊണ്ടവർ റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു. സൂറത്ത് ആൽ ഇംറാനിലായിത്തിറങ്ങി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ശുഹദാക്കളുടെ ആത്മാക്കൾ, ഈ ഉഹദ് ശുഹദാക്കളെ പറ്റി അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്താ? അവരുടെ ആത്മാക്കളതാ പച്ചവർണ്ണത്തിലുള്ള കിളികളിലായി അവരുടെ റൂഹുകളെ പച്ചവർണ്ണ കിളികളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവരതാ സ്വർഗത്തിലൂടെ ആ സ്വർഗീയമായ നദികളിൽ നിന്ന് പാനം ചെയ്യുകയും സ്വർഗീയമായ വിളക്കുമാടങ്ങളിൽ പോയി അവരതാ അതിൽ ചേക്കേറുകയും രാപ്പാർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആനന്ദത്തോടുകൂടി അവർ സ്വർഗത്തിലൂടെ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവർ പാറിക്കളിച്ച് വിഹരിക്കുന്നു. ആണ് ശുഹദാക്കളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ആ ഒരവസ്ഥ ഷഹീദുകൾക്ക് അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോഴും ദുന്യാവിലേക്ക് അവർക്കൊരു മടക്കമില്ല. ഷഹീദുകൾ ഇവിടെ പാറിക്കളിക്കുന്നു എന്നല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പലപ്പോഴും പറയുമെന്ത്, ശുഹദാക്കളെ വിളിച്ച് തേടണം, ശുഹദാക്കളെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടിയാൽ ശുഹദാക്കൾ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തും. കാരണം അവരുടെ ആത്മാക്കൾ ഇവിടെ ഇങ്ങനെ ഭൂമിയിലൂടെ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ സഞ്ചരിക്കാവുന്ന നിലക്ക് അവരിവിടെ ഇങ്ങനെ പാറിക്കളിക്കുന്നു. ശുഹദായിന്റെ ആത്മാവുകൾ ഭൂമിയിലൂടെ വിഹരിക്കുകയാണ്. ഉദ്ദേശിക്കുന്നിടത്തൊക്കെ അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ വിളിച്ച് തേടാം. അവര് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉത്തരം ചെയ്യും, സഹായിക്കാൻ ഓടിയെത്തും, ഉടലോടെ വരും എന്നൊക്കെ ഇവിടെ ആളുകളെ കുറിച്ച് ആളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ആ വക വിശ്വാസമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കേട്ടില്ലേ, ഇവിടെ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് മടക്കി പറഞ്ഞേക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞതെന്താണ്? എൻ്റെ തീരുമാനം മുൻകടന്നിരിക്കുന്നു, അതിന് മാറ്റമില്ല. ദുന്യാവിലേക്ക് ഇനി അങ്ങോട്ട് പറഞ്ഞേക്കൂല. ഒന്നത് എന്നാൽ ആ വിവരം അറിയിക്കാൻ പോലും ഇവർക്ക് നിവൃത്തിയില്ല. ഈ വിവരം അറിയിക്കാൻ പോലും നിവൃത്തിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ ഈ സന്തോഷാവസ്ഥ ഇതേപോലെ ഇവിടെ എത്തിയാലുള്ള സന്തോഷാവസ്ഥ നീ ഭൂമിയിലുള്ളവർക്ക് നീ അറിയിച്ചു കൊടുക്കണേ എന്ന് റബ്ബിനോട് അപേക്ഷിക്കുന്നു. റബ്ബ് ആയത്തിറക്കുന്നു. അവർ ഭൂമിയിലൂടെ വിഹരിക്കൽ, അവർ സ്വർഗത്തിൽ, അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നു, അവർക്ക് അവിടെ ആഹാരം നൽകപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. അതെങ്ങനെയാണോ അവർക്ക് യോജിച്ച നിലക്കെങ്കിൽ അവിടെ അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. നമുക്കറിയാൻ പറ്റൂല. തികച്ചും അദൃശ്യമായ ഒരു ലോകമാണത്. ഇവിടെ അവർ വിളിച്ച വെളിപ്പുറത്ത് സഹായത്തിനെത്തും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരെയുള്ള സംസാരമാണ്. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹിന്റെ റസൂൽ അതൊട്ട് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് പ്രയാസവും പ്രതിസന്ധികളും ഒക്കെ വന്നാൽ നിങ്ങൾ ബദറിലെയോ ഉഹദിലെയോ ഷഹീദുകളെ വിളിച്ചുകൊണ്ട് തേടിക്കോളൂ എന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യത്തോടുകൂടെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം. മഹാനവറുകളുടെ പ്രത്യേകതകൾ നമ്മൾ അറിയണം. ഇതൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഹറാം എന്ന് പറയുന്ന ആ മഹത്തായ സഹാബിയുടെ ജീവിതത്തിലുണ്ടായ കറാമത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. മകൻ തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. നമുക്കതിലുള്ള ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. നാമും റബ്ബിനോട് നല്ല നല്ല കർമ്മങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അടുത്ത് അവനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാൻ എല്ലാവരും അധ്വാനിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അവൻ നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ആദരിക്കുമാറാകട്ടെ, അപാകതകൾ പൊറുത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.